ഇലക്ട്രോകെമിസ്ട്രിയിൽ വരുന്ന 3 ടൈപ്പ് ടൈട്രേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രോകെമിസ്ട്രിയിൽ 3 ടൈപ്പ് ടൈട്രേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് എന്ന് പറയുന്നത് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ, 2 പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ ആൻഡ് 3 സ്പെക്ട്രോഫോട്ടോമെട്രിക് ടൈട്രേഷൻ. ഇങ്ങനെ നമുക്ക് 3 ടൈട്രേഷനെ തരംതിരിക്കാം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള 3 ടൈട്രേഷൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒബ്വിയസ്ലി നമ്മൾ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ടൈട്രേഷൻ നമ്മൾ ലാബിൽ ചെയ്യുന്നത് എപ്പോഴും എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണെന്ന് പറയും. എന്താണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? എ എന്ന് പറയുന്ന കമ്പോണൻറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര ബി വേണം, ബിയുടെ എമൗണ്ട്. അപ്പോൾ ആ ബീനെ നമ്മൾ ടൈട്രൻ്റ് എന്ന് വിളിക്കുകയാണെങ്കിൽ ടൈട്രൻറ്റിൻ്റെ വോള്യം കണ്ടുപിടിക്കാനാണ് നമ്മൾ ടൈട്രേഷൻസ് എല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൺവെൻഷണൽ ടൈട്രേഷൻ ചെയ്യുമ്പോൾ എ എടുക്കും, അതിൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും, ബി പ്യൂരിറ്റിന്ന് ആഡ് ചെയ്തിട്ട് കളർ ചേഞ്ച് നോക്കിയിട്ടാണ് കണ്ടുപിടിക്കാറ്. ആ സെയിം കൺസെപ്റ്റ് തന്നെ, അല്ലെങ്കിൽ ആ സെയിം ടാർഗറ്റ് തന്നെ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുക, അതുവഴി ടൈട്രൻറ്റിൻ്റെ വോള്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയുന്ന 3 ടൈട്രേഷൻസും. പക്ഷേ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എല്ലാം യൂസ് ചെയ്തിട്ടാണ് ടൈട്രൻറ്റിൻ്റെ വോള്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈട്രേഷൻസ് യൂസ്ഫുൾ ആകുന്നത് കൺവെൻഷണൽ ടൈട്രേഷൻ പറ്റാത്തിടത്താണ്. അതായത് പ്രോപ്പറായിട്ടുള്ള ഇൻഡിക്കേറ്റർ ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ കളർ ചേഞ്ച് പ്രോപ്പറായിട്ട് വിസിബിൾ ആവാതിരിക്കുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ ഈ കണ്ടക്ടോമെട്രിക്, പൊട്ടൻഷ്യോമെട്രിക്, സ്പെക്ട്രോഫോട്ടോമെട്രിക് ടൈട്രേഷൻ വഴി എൻഡ് പോയിന്റ് കണ്ടെത്താം. അപ്പോൾ എന്താണ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കണ്ടക്ടോമെട്രിക് ടൈട്രേഷനിൽ നമ്മൾ എയ്തർ കണ്ടക്ടിവിറ്റി ഓർ കണ്ടക്റ്റൻസ് ആണ് നമ്മൾ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുക. കണ്ടക്ടിവിറ്റി കെ അല്ലെങ്കിൽ കണ്ടക്റ്റൻസ് ജി ആണ് നമ്മൾ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് ആക്സിസിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ടൈട്രൻ്റ് വോള്യം. ഓക്കെ, അപ്പോൾ എന്താണ് കെ അല്ലെങ്കിൽ ജി വേഴ്സസ് ടൈട്രൻ്റ് വോള്യം ആയിരിക്കും നമുക്കൊരു കണ്ടക്ടോമെട്രിക് ടൈട്രേഷനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ കർവിൽ നിന്നായിരിക്കും നമ്മൾ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ടൈപ്പ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ് നോക്കാം. ഇനി പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻസ് ആണെങ്കിൽ ഇവിടെ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്റ്റൻസിൻ്റെ പകരം എന്ത് വരും? പൊട്ടൻഷ്യൽ വരും. സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ, ഈ സെൽ വേഴ്സസ് ടൈട്രൻ്റ് വോള്യം ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. ഇത് നമ്മൾ അത്ര ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻസിനെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ നോക്കുന്നത് കണ്ടക്ടോമെട്രിക് ടൈട്രേഷനാണ്. കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ. അപ്പോൾ എന്താണ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ? കണ്ടക്റ്റൻസോ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി വേഴ്സസ് ടൈട്രൻ്റ് വോള്യം. ഇതിൽ നിന്ന് നമുക്ക് ഈ പ്ലോട്ടിൽ നിന്ന് നമുക്ക് എൻഡ് പോയിന്റ് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പല കേസസ് ആയിട്ട് നോക്കാം. അപ്പോൾ കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ടേക്കിംഗ് എ സ്ട്രോങ് ആസിഡ് വേഴ്സസ് വീക്ക് സ്ട്രോങ് ബേസ്, വീക്ക് അല്ല, സ്ട്രോങ് ബേസ്. നമ്മൾ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസസും തമ്മിലുള്ള ടൈട്രേഷനാണ് നോക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഒരു സ്ട്രോങ് ആസിഡിനെ സപ്പോസ് ചെയ്യാം. അപ്പോൾ HCl ഒരു സ്ട്രോങ് ആസിഡാണ്. അതുമാതിരി സ്ട്രോങ് ബേസ് ആയിട്ട് നമുക്ക് NaOH വിചാരിക്കാം, അത് നമ്മുടെ സ്ട്രോങ് ബേസ് ആണ്. ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? HCl അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ H+ഉം Cl- കിട്ടും. NaOH അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ Na+ഉം OH- കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ്, നമ്മൾ ആദ്യം എടുക്കുന്ന സാധനം, കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുന്നത്. NaOH നമ്മൾ ബ്യൂററ്റിൽ നിന്ന് ആഡ് ചെയ്യുന്ന ടൈട്രൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്, നമ്മൾ എടുത്തിരിക്കുന്ന HClനെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര എമൗണ്ട് NaOH വേണമെന്നാണ്. അപ്പോൾ HCl ആണ് ആദ്യം എടുത്തിരിക്കുന്നത്, അതിലേക്ക് NaOH നമ്മൾ ഓരോരോ ഡ്രോപ്പായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രൊഡക്റ്റ് എന്തായിരിക്കും? HClഉം NaOHും ചേർന്ന് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് NaCl ആയിരിക്കും. പിന്നെ H2O ഉണ്ടാവും, അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട. H2O ഇപ്പോൾ ഇതിലും ഉണ്ടാവും, ഇതിലും ഉണ്ടാവും. HCl എന്ന് പറയുമ്പോൾ നമ്മൾ HCl അക്വസ് അല്ല എടുക്കുന്നത്. അപ്പോൾ H2O ഈ 3 എണ്ണത്തിലുണ്ട്, അതായത് സബ്സ്ട്രേറ്റിലും ടൈട്രൻറ്റിലും പ്രൊഡക്റ്റിലും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം എടുക്കണ്ട. നമ്മൾ NaCl ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് എടുക്കുക. NaCl അയണൈസ് ചെയ്താൽ ഏതൊക്കെ അയോൺസ് ആണ് കിട്ടുക? Na+ഉം Cl-ഉം. ഇനി എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടക്റ്റൻസിന് വരുന്ന മാറ്റം എന്ന് നമുക്ക് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വൈ ആക്സിസിൽ കണ്ടക്റ്റൻസ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. എക്സ് ആക്സിസിൽ നമ്മൾ ടൈട്രൻറ്റിൻ്റെ വോള്യം, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? ഫസ്റ്റ് നമ്മൾ റിയാക്ഷൻ തുടങ്ങുമ്പോൾ നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിൽ എന്താണുള്ളത്?
HCl എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് മാത്രമാണുള്ളത്. അതിൻ്റെ കണ്ടക്റ്റൻസ് മാത്രമാണ് ആദ്യം മെഷർ ചെയ്യപ്പെടുക അല്ലേ. ആദ്യം നമുക്ക് കാണിക്കപ്പെടുന്നത് HClൻ്റെ മാത്രം കണ്ടക്റ്റൻസ് ആണ്. HCl മാത്രമല്ലേ ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലുള്ളൂ. അപ്പോൾ HClൻ്റെ കണ്ടക്റ്റൻസ് എന്തായിരിക്കും? HCl H++നും Cl-നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ H+ എന്ന് പറഞ്ഞാൽ നല്ലൊരു കണ്ടക്റ്റൻസ് കാണിക്കുന്ന അയോൺ ആയത് കാരണം തന്നെ HCl നല്ല ഹൈ കണ്ടക്റ്റൻസ് കാണിക്കും. കാരണം H+ന് ട്രാൻസ്പോർട്ട് നമ്പറും അതുമാതിരി അതിൻ്റെ കണ്ടക്റ്റൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുക, മാക്സിമം കണ്ടക്റ്റൻസ് നമുക്ക് കിട്ടും. അതാണ് HCl മാത്രമുള്ളപ്പോഴുള്ള അവസ്ഥ. ഇനി റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്ത് സംഭവിക്കുകയാണ്? ബ്യൂററ്റിൽ നിന്ന് നമ്മൾ NOH ഓരോരോ ഡ്രോപ്പായിട്ട് വീഴാണ്. അപ്പോൾ NOH ഓരോ ഡ്രോപ്പ് വീഴുന്തോറും സിസ്റ്റത്തിൽ എന്താ ഉണ്ടാവുക? NOH ഉണ്ടാവുമോ? ഇല്ല. NOH HCluമായിട്ട് റിയാക്ട് ചെയ്താൽ നമ്മുടെ സിസ്റ്റത്തിൽ പിന്നെ ആരുണ്ടാകുന്നത്? NaCl ആണ്. ഓരോ ഡ്രോപ്പ് NOH വീഴുമ്പോഴും അവിടെ ഉണ്ടാകുന്നത് ആരാണ്? NaCl ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ H+Cl- ഉണ്ടായോടത്ത് ഇപ്പോൾ ആരാണുള്ളത്? ഇപ്പം Na+Cl- ആണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് ആരൊക്കെ തമ്മിലാണ്? H+ മാറി Na+ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റിയാക്ഷൻ നടക്കും തോറും H+ കുറഞ്ഞുകൊണ്ടിരിക്കും, Na+ കൂടിക്കൊണ്ടിരിക്കും. അപ്പം മൊത്തം കണ്ടക്റ്റൻസിന് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ H+ ആണ് നല്ല കണ്ടക്റ്റൻസ് ഉള്ള അയോൺ, Na+ന് അത്ര കണ്ടക്റ്റൻസ് ഇല്ല. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ കണ്ടക്റ്റൻസ് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും കുറയും. അങ്ങനെ നമ്മൾ NOH ഇങ്ങനെ കംപ്ലീറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് NaCl ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ കണ്ടക്റ്റൻസ് കുറഞ്ഞാണ് വരുന്നത്. കാരണം H+ കഴിഞ്ഞ് Na+ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ H+ൻ്റെ അത്ര Na+ന് കണ്ടക്റ്റൻസ് ഇല്ലാത്ത കാരണം നെറ്റ് എഫക്റ്റ് നമുക്ക് കണ്ടക്റ്റൻസ് കുറഞ്ഞു വരും. അങ്ങനെ കംപ്ലീറ്റ് HClയും തീർന്നു. നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിലെ കംപ്ലീറ്റ് HClയും യൂസ്ഡ് അപ്പ് ആയി. ഇനി നമ്മൾ NOH ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? NaCl ഓൾറെഡി അവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ആരും കൂടി വരും? NOHും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ NOH വന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രത്യേകത അത് Na+നെയും OH- അയോണിനെയായിരിക്കും തരിക. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ Na+ഉം Cl- ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ എന്താണുള്ളത്? Na+ഉം OH- ആണുള്ളത്. അപ്പോൾ ഈ Cl- OH- ആണ് ഇവിടെ വ്യത്യാസം കാണിക്കുന്നവർ. അപ്പോൾ Cl- ആണ് ആദ്യം ഉണ്ടായിരുന്നത്, അതിലേക്ക് ഇപ്പോൾ OH- വന്നുകൊണ്ടിരിക്കുമ്പോൾ OH- H+നെ പോലെ സ്മോളർ അയോൺ ആയ കാരണം നല്ല കണ്ടക്റ്റൻസ് ആണ്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കണ്ടക്റ്റൻസ് കൂടും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ്റെ പ്ലോട്ട് നമുക്ക് കിട്ടാം. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ എൻഡ് പോയിന്റ് കണ്ടെത്തും? ഇത് എന്താണ് മനസ്സിലാകുന്നത്? ഇത് HCl മാത്രം ഉണ്ടായിരുന്നപ്പോൾ, ഇത് HClലേക്ക് NOH ആഡ് ചെയ്ത് NaCl ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ, അങ്ങനെ കംപ്ലീറ്റ് HClയും എന്തായി മാറും? NaCl ആയി മാറും. അതാണല്ലോ നമ്മുടെ എൻഡ് പോയിന്റ്. കംപ്ലീറ്റ് HClനെ ന്യൂട്രലൈസ് ചെയ്യുന്ന പോയിന്റ് അല്ലേ എൻഡ് പോയിന്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡ് പോയിന്റ്. പിന്നെയുള്ള ഇൻക്രീസിന് കാരണം ആരാണ്? എക്സസ് ആയിട്ടുള്ള NOH ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ NOH എക്സസ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ വരെയാണ് കറക്റ്റ് NOH നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻഡ് പോയിന്റ്. അപ്പോൾ ഈ വാല്യൂ, ഈ മില്ലിലിറ്റർ എത്രയാണോ അതായിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള NOHൻ്റെ അളവ് HClനെ ന്യൂട്രലൈസ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ്. ഇനി നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2ൽ നമ്മൾ എടുക്കുന്നത് സ്ട്രോങ് ആസിഡിന് പകരം വീക്ക് ആസിഡും സ്ട്രോങ് ബേസും. ഇപ്പോൾ രണ്ട് സ്ഥലത്ത് നമ്മൾ എടുത്തേക്കുന്നത് സ്ട്രോങ് ബേസാണ്. ഫസ്റ്റിൽ സ്ട്രോങ് ആസിഡായിരുന്നു, ഇവിടെ ഇപ്പോൾ വീക്ക് ആസിഡായി. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിന് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കണം. ഇപ്പോൾ വീക്ക് ആസിഡിന് എക്സാമ്പിൾ CH3COH ആണ്. അപ്പോൾ അത് വീക്ക് ആയത് കാരണം നമുക്കറിയാം പാർഷ്യലി അയണൈസ് ചെയ്ത് CH3CO- H+ ആണ് അത് ആ സിസ്റ്റത്തിൽ തരിക. ഇനി ഇതിലേക്ക് സ്ട്രോങ് ബേസ് ആയിട്ടുള്ള NOH ആഡ് ചെയ്യുമ്പോൾ NOHൻ്റെ അയോൺസ് Na+ഉം OH- ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഇത് സബ്സ്ട്രേറ്റ്, ഇത് ടൈട്രൻറ്റ്. ഇനി പ്രൊഡക്റ്റ് ഏതാണ്? CH3COHും NOHും ചേർന്ന് കഴിഞ്ഞാൽ CH3COO Na ആണ് ഇവിടുത്തെ പ്രൊഡക്റ്റ്. അത് ഒരു സ്ട്രോങ് സോൾട്ടാണ്, കാരണം അത് കംപ്ലീറ്റ്ലി സൊല്യൂബിളാണ്. സോൾട്ടുകൾ സ്ട്രോങ് ആണോ വീക്ക് ആണോ നമ്മൾ നോക്കുക, അത് കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ആണോ പാർഷ്യലി സൊല്യൂബിൾ ആണോ എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ CH3CONA ഒരു സ്ട്രോങ് സോൾട്ടാണ്. അപ്പോൾ അത് ഫുള്ളി അയണൈസ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് CH3CO- Na+ഉം കിട്ടും. ഇനി നമുക്ക് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ്റെ കർവ് വരയ്ക്കാം. അപ്പോൾ എന്താണ്? ആദ്യം എൻ്റെ കയ്യിലുള്ളത് സബ്സ്ട്രേറ്റ് മാത്രമാണ്, അതായത് CH3COH. അതൊരു വീക്കായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് അല്ലേ, അപ്പോൾ കുറച്ചല്ല അയണൈസ് ചെയ്യുള്ളൂ, കുറച്ച് അയോൺസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ടക്റ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു മിനിമം പോയിന്റിൽ മാർക്ക് ചെയ്യാം.
നേരത്തെ മാക്സിമം എടുത്തതിന് പകരം ഒരു ചെറിയ കണ്ടക്റ്റൻസ് അതിനിവിടെ നമ്മൾ കണ്ടക്റ്റൻസ് വേഴ്സസ് ടൈട്രൻ്റ് വോളിയാണ് കേട്ടോ. അപ്പോൾ കണ്ടക്റ്റൻസ് വളരെ കുറവിൽ മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, ഇതിലേക്ക് നമ്മൾ NaOH ആഡ് ചെയ്യുമ്പോൾ NaOH അല്ല അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക. NaOH ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം NaOH ഇപ്പോൾ അവിടെ ഇല്ല, അത് ഫുള്ള് പ്രൊഡക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു, CH3COONA എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ CH3CO- Na+ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒറ്റ നോട്ടത്തിലുണ്ടായ ഡിഫറൻസ് എന്താണ്? CH3CO- H+ ഉണ്ടായിരുന്നിടത്ത് അത് കുറഞ്ഞ് ഇപ്പോൾ ആരാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? CH3CO- Na+ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ H+Na+ ആണ് ഇവിടെ മാറ്റം കൊണ്ടുവന്നവർ. H+ കുറയുന്നു, Na+ കൂടുന്നു. അപ്പോൾ നമുക്കറിയാം കണ്ടക്റ്റൻസ് നെറ്റ് എഫക്റ്റ് കുറയും. അപ്പോൾ നമ്മളിവിടെ പ്ലോട്ട് ചെയ്യണം, നമ്മുടെ കണ്ടക്റ്റൻസ് കുറയുന്നു എന്ന് കാണിച്ചു. ഓക്കെ, പിന്നെ അങ്ങനെ കുറച്ച് റിയാക്ഷൻ കഴിഞ്ഞ് വരുമ്പോഴാവും നമുക്ക് ഒരു കാര്യം മനസ്സിലാവുക. ഇത് 2 അയോൺസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വീക്കും ഇത് സ്ട്രോങ്ങും ആയിരിക്കെ ഇവിടെ കോമൺ അയോൺ എഫക്റ്റ് സംഭവിക്കുകയും വീക്കിൻ്റെ ഡീകമ്പോസിഷനെ അത് സപ്രസ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം പിന്നീട് ഇനി ഇതുണ്ടാവില്ല, ഇത് നടക്കില്ല. അതായത് ഓൺലി ദീസ് ടൈപ്പ് അയോൺസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതായത് ഇത് വീക്കാണല്ലോ, അപ്പോൾ വീക്കിൻ്റെ അയണൈസേഷൻ അത് സപ്രസ് ചെയ്യും. അതായത് CH3CO- H+ ഉണ്ടാവില്ല. പകരം ഇനി സിസ്റ്റത്തിൽ CH3CO- Na+ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ അളവ് Na+ൻ്റെ എമൗണ്ട് കൂടുന്നത് കാരണം അത് സ്ട്രോങ് അല്ലേ, സ്ട്രോങ് സോൾട്ട് നന്നായിട്ട് അയണൈസ് ചെയ്യും. അതായത് അയോൺസിൻ്റെ എണ്ണം അവിടെ കൂടുന്നത് കാരണം അവിടെ കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിവിടെ മാർക്ക് ചെയ്തു. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇത് കുറച്ച് നേരം ഇങ്ങനെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവിടെ കോമൺ അയോൺ എഫക്റ്റ് വർക്കൗട്ട് ആയി തുടങ്ങുക. കോമൺ അയോൺ എഫക്റ്റ് പ്രകാരം